He's got a wide range of shots. What's he going to do? That is a piggy. It's out of here. എൻ്റെ ശബ്ദം കേൾക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഈ ബുക്കിൽ സൂക്ഷിക്കുന്നു. മറ്റൊന്നിനും വേണ്ടിയല്ല, ജനിച്ചു പോയല്ലോ, ജീവിച്ചല്ലേ പറ്റൂ. ഇതിലുള്ളതാണ് എൻ്റെ ലൈഫ്. ഇത്രയൊക്കെ ഉള്ളൂ. +2-ൽ 95% മാർക്കോടെ പാസ്സായി മെറിറ്റിൽ അഡ്മിഷൻ നേടിയിട്ടു. റിസർവേഷൻ്റെ മറവിൽ അർഹതയില്ലാതെ വലിഞ്ഞു കയറി വന്നുവെന്ന കളിയാക്കലുകൾ എന്നെ പിന്തുടർന്നിരുന്നു. എന്നെ കേൾക്കാനോ മനസ്സിലാക്കാനോ ഇവിടെ ആരും തന്നെയില്ല. ആരും അതിന് ശ്രമിച്ചിട്ടുമില്ല. ഇന്നലെ പോയിട്ട് എന്തുപോയി? അത് നടക്കുമെന്നൊന്നുമില്ല, ഞാൻ വിട്ടു. നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അതുകൊണ്ട് അവനെ നോക്കും. നിനക്കെന്തോടാ അവനെ കാണുമ്പോൾ ഇത്ര ചുരുക്ക്? എടാ, എൻ്റെ നിൻ്റെയൊക്കെ ചില ലക്ഷങ്ങൾ കൊടുത്ത് മറ്റേ സീറ്റ് അവൻ റിസർവേഷനിൽ വന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും എന്നെ കുത്തുവാക്കുകൾ പറയും, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കും. പക്ഷേ ഇത്രയൊക്കെ ഒറ്റപ്പെടലുകൾക്കിടയിലും എന്നെ കേൾക്കാനും എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനും എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കടന്നു വന്നു. അവൾ. എന്തോന്നാ? എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ? മുൻപൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു പരിഗണന, ഒരു കരുതൽ, അവളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പോലെ ഒരു തോന്നൽ. എനിക്ക് അവളോട് എന്തോ തുറന്നു പറയണമെന്ന് തോന്നി. ദൃശ്യ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പരിഗണനയോ ശ്രദ്ധയോ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ എന്തോ നിന്നിൽ നിന്നും ഒരു പരിഗണനയും ശ്രദ്ധയും എനിക്ക് കിട്ടുന്ന പോലെ. ഞാൻ വളച്ചു കിട്ടുന്നില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല. 2 ഡൗട്ട് ചോദിച്ചെന്ന് പറഞ്ഞു എനിക്ക് നിന്നോട് പ്രേമാണോ? അല്ലെ തന്നെ നമ്മൾ തമ്മിൽ ചേരുമോ? നിന്നോട് മിണ്ടാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്കൊക്കെ ഇതാടാ പറഞ്ഞിട്ടുണ്ട്. കഴിയണം. അയ്യോടാ, ഒരു തരി പോലും സ്നേഹിക്കപ്പെടാതെ, ഒരു തരി പോലും പരിഗണിക്കപ്പെടാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാനാകും? ഈ ജീവിതം പോലും എനിക്ക് മടുത്തു പോകും. എൻ്റെ കൈവിട്ടു പോകും. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഒഴുക്കിനൊത്ത് നീന്തിപ്പോകുന്നു എന്ന് മാത്രം. പക്ഷേ ഈ ഒഴുക്ക് എത്ര നാൾ ഞാൻ ഒഴുകും? അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു.
നിനക്ക് ഇതിനെ പുറത്ത് നടക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് എന്തായാലും അവനെ കണ്ടുപിടിക്കണം. കൂടെ കാണുന്നു. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്നാ നമുക്ക് അന്വേഷിക്കാം. തീരുമാനം എന്തായിരുന്നു? എന്ത് തീരുമാനം? അവഗണിക്കപ്പെടുന്നവരുടെയോ പരിഹസിക്കപ്പെടുന്നവരുടെയോ ശബ്ദം കേൾക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. ഞാനതെല്ലാമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ബോറടിയൊക്കെ ഇപ്പൊ മാറ്റാം. അയ്യോ പൊട്ടനൊക്കെ എടാ എണ്ണിച്ചു പോടാ. ചുമ്മാ മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട് മറിച്ച് വന്നവനൊക്കെ ഇത്ര ഉള്ളടാ. ഒരുത്തനും ചോദിക്കാൻ പറ്റത്തില്ല. നിനക്കിനി സന്തോഷമുള്ളത് മാത്രം എഴുതാൻ ഒരു ഡയറി.